ഹായ് എവരി വൺ. നമ്മൾ സെറ്റിൻ്റെ ഡെമോ ക്ലാസ്സാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡെമോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ ഈ ക്ലാസ് എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനും കൂടിയും യൂസ്ഫുള്ളാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഏകദേശം. കാരണം ഇന്ന് നമ്മളെടുക്കുന്നത് ആദ്യത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആ ഒരു പാട്ടാണ് നമ്മളിന്ന് എടുക്കുന്നത്, ചോസറിൻ്റെ ഏജിലെ ആ ഒരു പാട്ട്. അപ്പം അത് എടുക്കുമ്പോൾ തന്നെ അതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. എങ്ങനെയെങ്കിൽ നിങ്ങൾക്കത് നമ്മളൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അത് നെറ്റിനും കൂടിയും യൂസ്ഫുൾ ആവും എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനറൽ പേപ്പറും തരുന്നുണ്ട്. ജനറൽ പേപ്പർ ക്ലാസ് ഇല്ല, ജനറൽ പേപ്പർ നോട്ട്സ് എല്ലാ ഭാഗത്തിൻ്റെയും നോട്ട്സും ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അങ്ങനെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാടുണ്ട്. സെറ്റിൻ്റെ മുമ്പ് എഴുതിയിട്ടുള്ളവർ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. LBS സെൻറ്ററിൻ്റെ പ്രീവിയസ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു പാർട്ടുണ്ട് ആ ഒരു സൈറ്റിൽ. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾക്ക് കിട്ടും, ഈ കഴിഞ്ഞ എക്സാം വരെ ഉള്ളത്. അപ്പോൾ അത് ആൻസർ ചെയ്യണം നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ. പിന്നെ മോഡൽ എക്സാം ഉണ്ടാവും. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് നേരത്തെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചോസേഴ്സ് ഏജ്, അതിൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ചോസറിൻ്റെ ആ ഒരു സമയത്തെ ചോസേഴ്സ് ഏജ്, സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഏജ് ഓഫ് ചോസർ: പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് റിലീജിയസ് കണ്ടീഷൻ. The age of Chaucer was an age of transition period that brought many changes in political, economic, social and religious conditions during the 14th century or the age of Chaucer. ആദ്യം വരുന്നത് ഏജ് ഓഫ് ചോസർ, ദ 100 Years' War. 100 Years' War എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 1337 to 1453 വരെയാണത്. Historically, the age of Chaucer was one of the most turbulent periods in British history. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചോസറിൻ്റെ യുഗം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. It witnesses a long succession of conflicts between France and England, which are collectively known as the 100 Years' War. അതുപോലെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് തന്നെ ഇത് സാക്ഷ്യം വഹിക്കുന്നു. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ 100 Years' War എന്ന് അറിയപ്പെടുന്നത്. 100 വർഷത്തെ യുദ്ധം, 100 Years' War. During the reign of Edward III, England won glorious victories of the Battle of Caen in 1346 and Portia's Battle in 1356. അതുപോലെ 1346 എഡ്വേർഡ് മൂന്നാമൻ്റെ ഭരണകാലത്ത് 1346 കെയ്ൻ യുദ്ധത്തിലും അതുപോലെ തന്നെ 1356 പോയ്സേഴ്സിൻ്റെ യുദ്ധത്തിലും ഇംഗ്ലണ്ട് മഹത്തായിട്ടുള്ള വിജയങ്ങളാണ് നേടിയത്. Most of the English conquests were achieved by knights and nobles, but the most important part was played by the humble bowman. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഇംഗ്ലീഷ് കീഴടക്കലുകളിൽ ഭൂരിഭാഗവും നമ്മളെ നൈറ്റ്സും പ്രഭുക്കന്മാരും ഒക്കെയാണ് നേടി. എന്നാൽ ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ ബോമാൻസ് ആയിരുന്നു. Then the lowly archers well supported the aristocracy and rubbed shoulder to shoulder on the battlefield. ഈ ഒരു ബോമാൻസ് അല്ലെങ്കിൽ ഈ ഒരു ലോലി ആർച്ചേഴ്സ് അവരെന്ത് ചെയ്തു? ഈ പ്രഭുവർഗത്തെ നന്നായിട്ട് പിന്തുണയ്ക്കുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. It struck at the power and privilege of the aristocracy. It brought a note of democracy to society and washed off the age-old barrier between the upper and the middle class. ഇങ്ങനെ ഇത് വന്നപ്പം ഇത് പ്രഭുവർഗത്തിൻ്റെ അധികാരത്തെയും പദവിയൊക്കെ ബാധിച്ചു. അത് സമൂഹത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു തുടക്കം അത് കൊണ്ടുവരികയും
ഉയർന്ന ഇടത്തരക്കാർക്കിടയിലുള്ള അവരുടെ ഒരു തടസ്സം അതില്ലാതാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഈ ഒരു മിഡിൽ ക്ലാസ് മധ്യവർഗങ്ങളുടെ ഉയർച്ചയിലാണ് അത് എത്തിയത്. Then age of Chaucer, social condition. Social condition, the Black Death 1346 to 1353 and the Peasants' Revolt in 1381. Chaucer's age was an age of discontent and unrest. ചോസറിൻ്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് അതൃപ്തിയുടെയും ഡിസ്കണ്ടൻറ്റ് അതുപോലെ അശാന്തിയുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു. ദ 100 Years' War no doubt made England a united nation and a colonial power, but it also imposed unheard of hardship upon the people. ഈ ഒരു 100 വർഷത്തെ യുദ്ധം 100 Years' War ഇത് ഇംഗ്ലണ്ടിനെ ഒരു ഏകീകൃത രാഷ്ട്രവും കൊളോണിയൽ ശക്തിയും ഒക്കെ ആക്കി തീർത്തു എന്നത് നമുക്ക് സംശയം ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. The prolonged conflict resulted in an increased burden for the people and pleasantly groaned under the heels of rushing transaction. ഈ ഒരു സംഘർഷം ഈ ലോങ് ആയിട്ടുള്ള ഈ ഒരു സംഘർഷം ജനങ്ങൾക്ക് ഒരുപാട് ബേർഡനായിട്ടും അതുപോലെ തന്നെ നികുതി ചുമത്തലിനൊക്കെ ഇടയാക്കി. The matters were made worse by the great plague known as the Black Death, which swept over England when Chaucer was only 9 years old. It decimated the population of England. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ബ്ലാക്ക് ഡെത്ത് കാരണം പ്ലേഗ് അത് കാരണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ആ ഒരു ബ്ലാക്ക് ഡെത്ത് ചോസറിന് 9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അത് ഇംഗ്ലണ്ടിനെ കീഴടക്കിയത്. അതുപോലെ തന്നെ അത് ഇംഗ്ലണ്ടിലെ ജനസംഖ്യയെ നശിപ്പിക്കാനും കാരണമായി. It is estimated that about half of the people died within no time. ഒരു ജനസംഖ്യയിൽ തന്നെ ഒരു പകുതിയോളം ആളുകൾ ഒരു നിമിഷ നേരം കൊണ്ട് മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലേബർ വാസ് സ്കാർസ്, there was no demand and prices of agricultural products fell rapidly. അതുപോലെ തന്നെ തൊഴിലാളികളൊക്കെ കുറവായിരുന്നു. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില അതിവേഗം കുറയാൻ വേണ്ടിയിട്ട് അതിവേഗം ഇടിയാൻ വേണ്ടി ഇത് കാരണമായി. The price of labor rose and the price of bread fell. Efforts were made to control wages by legislation. Wage earners tried to evade legislation by migrating to distant corners of the entire country. The result was instability, indiscipline, and lawlessness. The discontent of the people was universal. While people were starving and wallowing in deplorable misery, the king and the courtiers were leading a life of gaiety and luxury. അതുപോലെ ഈ ഒരു നിയമനിർമ്മാണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ നിയമനിർമ്മാണത്തിലൂടെ അവർ ഈ ഒരു വേജ് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കൂലിപ്പണിക്കാരൊക്കെ വിദൂര കോണുകളിലേക്ക് രാജ്യത്തിൻ്റെ വിദൂര കോണിലേക്ക് കുടിയേറി ഈ ഒരു നിയമനിർമ്മാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെയൊക്കെ ഫലം അസ്ഥിരതയും അതുപോലെ അച്ചടക്കം ഇല്ലായ്മയും ഒക്കെയായിരുന്നു. അതിലൊക്കെ ജനങ്ങളുടെ അസംതൃപ്തി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ദെൻ the extravagance and corruption of the king and court were fully explained. War, Taylor, Jack Straw and John and Ball. Under War's leadership, the people rose in open revolt against the king and his tyranny. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ആളുകളൊക്കെ പട്ടിണിയിലും ഒരുപാട് ദയനീയമായ ജീവിതത്തിലും ദുരിതത്തിലൊക്കെ വലയുമ്പോൾ രാജാവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കാരുമൊക്കെ ഈ ഒരുപാട് സുഖലോലുപതയിലും അതുപോലെ ആഡംബരത്തോടെയൊക്കെ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെയൊക്കെ അഴിമതിയൊക്കെ ഈ വാർ ടൈലർ അതുപോലെ ജാക്ക് സ്ട്രോ, ജോൺ ആൻഡ് ബോൾ എന്നിവർ പൂർണ്ണമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രാജാവിനും അതുപോലെ അവരുടെ സ്വേച്ഛാധിപത്യത്തിനും എതിരായിട്ട് ജനങ്ങൾ തുറന്ന കലാപം ഉയർത്തിയത്. ദെൻ 1381 കർഷക കലാപം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയും ഇംഗ്ലീഷ് സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ കുലുക്കുകയും ചെയ്തു. ദെൻ ദ റൈസ് ഓഫ് മോഡേൺ സ്പിരിറ്റ്, ദ ഡീക്കേ ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച.
peasant revolt did much to weaken the feudal system and to give self-confidence to the people. Agriculture no longer remained profitable, and this marks the beginning of the end of the feudal systems. ഈ കർഷക കലാപം ഫ്യൂഡൽ വ്യവസ്ഥിതിയെ ദുർബലപ്പെടുത്താനും അതുപോലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൃഷി ലാഭകരമായിട്ടായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇത് ഫ്യൂഡൽ സമ്പ്രദായങ്ങളുടെ അവസാനത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. The revolt was suppressed by the courage and good judgment of the boy king Richard II, exerted a lasting influence on the temper of the lower cases. People were asserting their right to free thought and independent judgment. റിച്ചാർഡ് രണ്ടാമൻ്റെ ധൈര്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ന്യായവിധിയും ഒക്കെ ഈ കലാപം അടിച്ചമർത്തപ്പെടാൻ വേണ്ടി കാരണമായി. താഴ്ന്ന വിഭാഗങ്ങളുടെ അവരുടെ നല്ലൊരു സ്വാധീനം ചെലുത്തി. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയ്ക്കും സ്വതന്ത്രമായിട്ടുള്ള ന്യായവിധിക്കും ഒക്കെയുള്ള അവകാശം ജനങ്ങൾ ഉറപ്പിച്ചുകൊണ്ടേ ഇരുന്നു. The condition of women, most importantly the condition of women were considered inferior to men. Most of the women of the lower society were illiterate. Women of aristocratic families enjoyed self and power only by marriage. Child marriage was also in vogue among rich and wealthy persons. സ്ത്രീകളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ അന്നും എന്തായിരുന്നു, സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താഴ്ന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. താഴ്ന്ന സമൂഹത്തിലെ സ്ത്രീകളിൽ ഭൂരിഭാഗവും നിരക്ഷരരായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുലീന കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് വിവാഹത്തിലൂടെ മാത്രമായിരുന്നു ഈ ഒരു അധികാരവും ഒക്കെ ലഭിച്ചിരുന്നത്. അതുപോലെ സമ്പന്നരും ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ചൈൽഡ് മാരേജും പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീധനം, ഡൗറിയും പ്രയോഗത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. Changes also come in men's dresses. They became fond of jewels and preferred jewels in their outfits. Both men and women of fashion wore enormous headdresses of fantastic scale like horns, turbans and towers. അതുപോലെ ഈ ഒരു പുരുഷന്മാരുടെ വസ്ത്രത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. അവർ ആഭരണങ്ങളോട് ഇഷ്ടം കാണിക്കുകയും അവരുടെ വസ്ത്രങ്ങളിൽ ആഭരണങ്ങൾ ഉൾപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ ഫാഷൻ്റെ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ദ റിലീജിയസ് കണ്ടീഷൻ, കറപ്ഷൻ ഓഫ് ദ ചേർച്ച്. എന്താണ് റിലീജിയസ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു കറപ്ഷൻ ഓഫ് ദ ചേർച്ച് പറയേണ്ടി വരും. ദ ലുലാഡ് മൂവ്മെൻറ്റ്, ദ ഏജ് ഓഫ് ചോസർ, ദ ചേർച്ച് became the place of corruption, profligacy and materialism. ചോസറിൻ്റെ ആ ഒരു സമയത്ത് സഭ എന്ന് പറയുന്നത് അഴിമതിയുടെയും ധൂർത്തിൻ്റെയൊക്കെ ഒരു ഇടമായിട്ടാണ് കാണാൻ സാധിക്കുക. മോസ്റ്റ് ഓഫ് ദ ക്ലർജിമെൻ ഇൻസ്റ്റെഡ് ഓഫ് ഡിവോട്ടിംഗ് ദെയർ ടൈം ആൻഡ് എനർജി ടു റിലീജിയസ് മെഡിറ്റേഷൻ ഹാഡ് ഗിവൺ ദംസെൽസ് അപ് ടു വൈൻ, വെൽത്ത് ആൻഡ് വിമൻ. അവരുടെ സമയം ഊർജ്ജവും അതുപോലെ ഊർജ്ജയ്ക്ക് മതപരമായിട്ടുള്ള ധ്യാനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവർ ഇതൊക്കെ എന്തിലൊക്കെ ഡിവോട്ട് ചെയ്ത് അവരുടെ ആ ഒരു സമയം അവർ ഡിവോട്ട് ചെയ്തത് വൈൻ, വെൽത്ത് ആൻഡ് വിമൻ ഇതിലൊക്കെയാണ് അവർ അത് ഡിവോട്ട് ചെയ്തത്. ദെൻ the monk, the friar and the pardoner and the summoner had given up their religious life of pity and holiness and brought information into the church. അതുപോലെ തന്നെ ഈ ഒരു monk, friar, pardoner and the summoner ഇവരൊക്കെ എന്താ ചെയ്ത് അവരൊക്കെ അവരുടെ ഭക്തിയും വിശുദ്ധിയും ഒക്കെയുള്ള അവരുടെ മതജീവിതം ഉപേക്ഷിച്ച് കാണാൻ വേണ്ടി സാധിച്ചു. ഈ അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു അതൃപ്തി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പീപ്പിൾ വിത്ത് ദിസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വാസ് ഇൻറ്റൻസ് ആൻഡ് ദർ വർ എ നമ്പർ ഓഫ് സ്പിരിറ്റഡ് സോൾസ് who could not but raise their voice against the sorry state of affairs. John Wycliffe, the morning star of Reformation, and poets like Langland and Gower freely denounced the growing corruption in the church and through their teaching sought to revive the real Christianity. അതുപോലെ തന്നെ ലോലാഡ്, അതുപോലെ വില്യം, നമ്മളുടെ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്ന ജോൺ വീക്ലിഫും ലാംഗ്ലാൻഡും ഗോവറും പോലെയുള്ള കവികളും ഇതിനൊക്കെ എതിരായിട്ട്
സ്വതന്ത്രമായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ വർദ്ധിച്ചു വരുന്ന അഴിമതിയുടെയും ഒക്കെ കാര്യം അവർ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലോലാഡ്സ് എന്നറിയപ്പെടുന്ന വൈക്ലിഫിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളൊക്കെ പ്രസംഗിച്ചുകൊണ്ട് രാജ്യത്തുടനീളം സഞ്ചരിച്ചു. ഇതിനെയാണ് നമ്മൾ ലിലാഡ് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. Wycliffe's followers, known as Lollards, went about the country preaching his ideals. That was called the Lillard movement, and it shook the prestige and power of Pope. They also lost their power to elect members of the church. Then economical condition, trade and commerce. The age of Chaucer witnessed the rise of the rich and prosperous merchants and tradesmen. അതായത് ഈ വ്യാപാരം വാണിജ്യം എക്കണോമിക്കൽ കണ്ടീഷൻ പറയുമ്പോൾ ഈ സമ്പന്നരും അങ്ങനത്തെ വ്യാപാരികളുടെ ഉദയത്തിന് ഈ ഒരു യുഗം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവർ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഗംഭീരമായിട്ടുള്ള ബിസിനസ് നടത്തുകയും ഇംഗ്ലണ്ടിൻ്റെ വ്യാവസായിക അഭിവൃദ്ധിയുടെ അടിത്തറ പാകുകയും ചെയ്തു. They carried out splendid business with European countries and were laying the foundation of England's industrial prosperity. Small traders and handicraftsmen grew into power and began to behave like aldermen and well-to-do citizens. ഈ ഒരു മുതിർന്ന അങ്ങനത്തെ കച്ചവടക്കാരെ പോലെ തന്നെ ചെറുകിട കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളൊക്കെ അധികാരത്തിലേക്ക് വളർന്നു. The importance and self-consciousness of smaller tradesmen and handicraftsmen increased with that of the ഗ്രേറ്റ് മെർച്ചൻസ്. അങ്ങനെ പുതിയതും സമ്പന്നരുമായിട്ടുള്ള വ്യാപാരി വർഗം ഈ ഒരു ഫ്യൂഡൽ സമ്പ്രദായത്തെ ദുർബലപ്പെടുത്തി. This new and prosperous merchant class weakened the feudal system and foreign trade and the power were passed into its hands from the feudal lords. അതുകൊണ്ട് കാരണം ഫ്യൂഡൽ പ്രഭുക്കന്മാരിൽ വിദേശ വ്യാപാരവും അധികാരവും അതിൻ്റെ കൈകളിലേക്ക് കൈമാറി. Thus, the age of Chaucer is a singularly modern age. It is an age of intense social, political, religious and literary activity. It is the meeting ground of medieval and modern and Renaissance and the Reformation, the old and new and the religious and the secular. In short, it is a remarkable age, an age in which men like Chaucerian make their mark. ജോസറിൻ്റെ യുഗം എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മോഡേൺ ഏജ്, ഒരു ആധുനിക യുഗമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. സാമൂഹികവും രാഷ്ട്രീയവും മതപരവും സാഹിത്യപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ് ഇത്. മധ്യകാലത്തിൻ്റെയും ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പഴയതിൻ്റെയും പുതിയതിൻ്റെയും മതപരവും മതേതരവുമായിട്ടുള്ള അതിൻ്റെ എല്ലാം സംഗമഭൂമിയായിട്ട് ജോസേഴ്സ് ഏജ് നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഇൻ ഷോർട്ട് ഇതൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ഏജാണ്. കാരണം ചോസറിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു യുഗം. ഇത്രയാണ് നമുക്ക് ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനി അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. ഈ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കിട്ടിയാൽ അടുത്ത നെറ്റ് എക്സാമിനും കൂടി നമുക്ക് യൂസ്ഫുൾ ആകും. കാരണം നെറ്റ് എക്സാമിന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അതിനും ഒരുപാട് ഉപയോഗമാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഭാഗവും എടുക്കുന്നത്. ഇനി നമ്മൾ റൈറ്റേഴ്സിനെയൊക്കെ പറയുമ്പം അവരുടെ എല്ലാ വർക്ക്സും അതിൻ്റെ ഡീറ്റെയിൽസും ഇമ്പോർട്ടൻ്റ് ആയ വർക്ക് കിട്ടും. എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറയുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും നെറ്റ് എക്സാമിനൊക്കെ. സെറ്റ് എക്സാമാണ് നമ്മളെ ഫോക്കസ് എങ്കിലും രണ്ടും ഏകദേശം ഒരുപോലെയാണല്ലോ. അപ്പോൾ നമുക്കതിനും ഉപകാരം ചെയ്യും. പിന്നെ ജനറൽ പേപ്പറിൻ്റെ നോട്ട് ക്ലാസ്സില്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ പേപ്പറിൻ്റെ നോട്ടായാലും മതി. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ എല്ലാം. നമുക്കൊന്ന് പൊടി എടുത്താൽ പോരെ. അപ്പോൾ ആ ഒരു നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.